ഗൈസ്, അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ഒമാനിലെ നാഷണൽ ഡേയുടെ മുടക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ്, സവാദി ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം. ഓക്കേ, വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോവാണ്. ഷംസ് ബ്രോന്റെ വണ്ടിയിലാണ് കേട്ടോ പ്രാവശ്യം പോകുന്നത്. സവാദി ബീച്ച് കേട്ടോ. എവിടേക്ക് നിങ്ങൾ എത്ര ദൂരം ഉണ്ട്? 40 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. ഓക്കെ, വെള്ളത്തിൽ ഇറങ്ങുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോയി. വെള്ളം പറ്റില്ല, അതോട്ട് ഇറങ്ങണില്ല കേട്ടോ. ഞാൻ ചിലപ്പോ ഇറങ്ങുള്ളൂ. ടീംസ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവര് വേറെ വഴിയാ വന്നത്. കുതിര ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സവാദി ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. വാ 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 ബേബി. തൃശ്ശൂർ എക്സിബിഷൻ നടക്കാൻ പോകുന്നുണ്ടല്ലോ. ചുറ്റും തപ്പിടാന്നോ? നമ്മള് ഈ കാണുന്ന ബോട്ടിൽ കയറിയിട്ട് ആ ഐലൻഡിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെയാണ് നമ്മൾ ബീച്ചിൽ ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ട് ഓൾറെഡി എത്തിയിട്ടുണ്ട് കേട്ടോ. ഷൂ ഒക്കെ കേട്ടോ ഇറങ്ങിയിട്ട്. എന്തോ ഫിഷാ? ഇതെന്തോ ഇല്ല, കുഴപ്പമില്ല. ഇവിടെ അല്ല, പച്ചക്കട തീർക്കും. കടന്നു വരൂ. കീർത്തന കാത്ത കയറി കടന്നു വരൂ. जल्दी 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 सूरा सूरा
जल्दी 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 सूरज सूरज ताली ताली അവിടെ തെറിക്കും പറയണേ ഞാൻ മോനെ സപ്പോർട്ട് ചെയ്തിട്ട് ഫോണ് പിടിച്ചിരിക്കും കേട്ടോ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് അയ്യോ അയ്യോ ഇവിടാണോ വന്നേ ഓടി ബീച്ചാണല്ലോ ഞാൻ അത് വീഡിയോ എടുത്തോ എടുത്തണ്ട നമ്മൾ സവാതി ബീച്ച് വന്നിട്ട് അവിടെ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് ഐലൻഡ് വന്ന വ്യൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. മസ്കറ്റിൽ പറയാൻ വാക്കുകളില്ല കേട്ടോ, അത്രയും ഒരുപാട് ഭംഗിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒന്നും ആർട്ടിഫിഷ്യലല്ല, എല്ലാം നേച്ചറിലുള്ളൊരു സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ ഓരോ സ്ഥലം. നാഷണൽ ഗാർഡ് മുറിക്കും കാര്യങ്ങളൊക്കെ മുറിക്കലാണ്. നമ്മള് സവാദി ബീച്ചിലേക്ക് വന്നതാണ്. നമ്മൾ ആദ്യം ബീച്ചിൽ വന്നപ്പോ ബോട്ടിൽ കയറിയിട്ട് വേറൊരു ഐലൻഡിലുണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അടിപൊളിക്ക് ഒമാനിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒമാനിലെ ഓരോ സ്ഥലങ്ങളും പ്രകൃതി തന്നെ വരദാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഓരോ കല്ലിന് പോലും അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് വലിയ വിശേഷം കാണാം. ഓക്കെ, ഞങ്ങൾ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ ഇറങ്ങുന്നത്. അവിടെ ഭയങ്കര തിരക്കായോണ്ട് ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ ഇറങ്ങുന്നത്. ഈ ഒരു ബീച്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. മസ്കറ്റിൽ കുറേ നാളുണ്ടായിട്ടൊന്നും കാര്യമില്ല, കേട്ടിട്ടുണ്ട് ഇവിടത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. നമ്മളിവിടെ കോറം ഭാഗത്ത് ഈ പിടിയോൻ്റെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ടുണ്ട് കുറേ മുന്നേ. പക്ഷെ അവിടെയൊക്കെ പൂട്ടി. ഇപ്പം അതേ ഒരു സെയിമാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇറങ്ങാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ സൂര്യൻ കണ്ടോ, അടിപൊളിയില്ലേ ഗൈസ്. കണ്ടോ ഗൈസ്, ഇവിടെ ഇതേ അവിടെ കീർത്തി വ്ളോഗ് എടുക്കിട്ട് വ്ളോഗർമാരെ കൊണ്ട് ഇവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതേ അപ്പുറത്ത് കാർത്തു വ്ളോഗ് എടുക്കുന്നുണ്ട്. എന്താ ചെയ്യാലേ, ചെയ്തല്ലേ പറ്റുള്ളൂ. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. ഇപ്പോൾ ഈ മാസങ്ങളിലെ പ്രത്യേകത അറിയാലോ. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30-6 മണി ആവാനുള്ളൊരു സമയത്താണ്. സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവുമ്പോൾ എനിക്ക് ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല.
പിന്നെ വെള്ളത്തിലിറങ്ങാൻ ഇവിടെ അതിനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് വെള്ളത്തിലിറങ്ങാനായിട്ട് ഡ്രസ്സ് മാറൽ അങ്ങനെയൊന്നും ഇവിടെ നടക്കും തോന്നണില്ല. ആഗ്രഹമൊക്കെ ഉണ്ട്, ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇറക്കും, വലിയവർ ഇറങ്ങുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. കാരണം ഇവിടെ വന്നവരൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ. ടെൻ്റൊക്കെ അടിച്ചിട്ട് വന്നവരൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ മാത്രം ടെൻ്റൊന്നും കൊണ്ടുവന്നില്ല ഗൈസ്. സാധാരണ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ മറന്നു വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇവരൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടോ. ചിച്ചൊക്കെ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചി ബി തണുപ്പുണ്ടാ? തണുക്കുണ്ടാ? എന്നാലും അത്ര തണവില്ല. ഒരു കുഴപ്പമില്ലടി. ഈ എന്താ പറയാ, ഈ സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ പ്രകൃതിയുടെ വരദാനമാണ് കേട്ടോ ഗൈസ്. അത്രയും എന്താ പറയുക, അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ഒമാൻ. കണ്ടോ, നമ്മളുള്ളത് ഇപ്പോൾ ഒരു ആ ബീച്ചിൽ നിന്ന് വന്നിട്ട് കരകാട കടലിന്റെ മേലെ മോഹപ്പൂങ്കുരു പറന്നു പറമ്പിൽ പൊന്നാനിയം പോലെ ആകാശപ്പന്തിൽ വന്ന് ഇളം തെന്നലായിട്ടില്ല. വെള്ളത്തിൽ ഇറങ്ങാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിട്ടോ. വെള്ളത്തിൽ ഇറങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ മോശമല്ലോ. നമ്മൾ എത്രയും നേരം വന്നിട്ടും ആ ഒരു വൈബ് അറിയണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം. വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ശരിക്കും അതിൻ്റെ ഒരു ത്രില്ല് മനസ്സിലായത്. നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ പെട്ടെന്ന് ഇരുട്ടാവുന്ന കാരണം ഞങ്ങൾ വേഗം തന്നെ കയറി തുടങ്ങി. കാരണം പെട്ടെന്ന് ഞങ്ങൾ ഇരുട്ടാവുക. പിന്നെ നമ്മൾ എടുക്കുന്ന വണ്ടിയും കാര്യങ്ങളും, വണ്ടിയല്ല സോറി ബോട്ട്, നമുക്ക് റിട്ടേൺ വരണം. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡി ആവണം. കുറച്ചൊക്കെ നമ്മളവിടെ എൻജോയ് കാര്യങ്ങളൊക്കെ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ സവാദി വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങള് വെള്ളത്തിലൊക്കെ ഇറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് പോവുകയാണ് ഗൈസ്. അപ്പോ ഇവിടെ ഒമാനിൽ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. ഒമാനിലുള്ളവർ മിക്കവരും കണ്ടിട്ടുണ്ടാവും, അത് 100% ഉറപ്പാണ്. കാരണം ഇതുപോലുള്ള ഭയങ്കര സ്ഥലങ്ങൾ നമ്മള് കവർ ചെയ്യാൻ പോവാറില്ലല്ലോ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മള് ഐലൻഡിലേക്ക് വരുമ്പോ ബോട്ട് വരുമല്ലോ. ഈ ബോട്ടിന് പൈസ കൊടുക്കുമ്പോ നമ്മൾ ഒരിക്കലും ഫസ്റ്റ് പേ ചെയ്യരുത്. നമ്മൾ എടുത്ത് റിട്ടേൺ വന്നിട്ട് നമ്മൾ ആദ്യം വരുമല്ലോ, ഇതവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത് വിളിക്കുക. എന്നിട്ട് നിങ്ങൾ എടുത്ത് ബീച്ചിന്റെ അവിടേക്ക് കൊണ്ടുപോയാൽ മാത്രം പൈസ കാര്യങ്ങൾക്ക് കൊടുക്കും. ഇനി പിന്നെ അവിടെ വിളിച്ചാൽ കിട്ടില്ല. ഓക്കെ, അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ മസ്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ അവിടെ നിർത്തുന്നു. കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്ന